ചേട്ടാ. വേനയോ? നീ എന്തിനാ ഹോട്ടലിലേക്ക് വന്നത്? വല്ലവരും കണ്ടാൽ എന്താ? ഞാൻ രവിട്ടന്റെ ആരാ? മുറപ്പെണ്ണല്ലേ? അതിപ്പോ അച്ഛൻ സമ്മതിക്കില്ലെന്നായിരിക്കും. ലോകത്ത് ആരെതിർത്താലും രവിട്ടനില്ലാതെ എനിക്ക് ജീവിക്കാൻ സാധിക്കില്ല. പറയൂ ചേട്ടാ, ചേട്ടൻ എന്നോട് സ്നേഹമില്ലേ? എന്റെ പ്രാണനേക്കാൾ നിന്നെ എനിക്ക് സ്നേഹമാണ് മീനെ. എന്റെ ചേട്ടാ. മൃഗമേ, നിനക്ക് എന്റെ മുമ്പിൽ എങ്ങനെ ധൈര്യമുണ്ടായി? താഴെ വെച്ച് കുത്തിയ ബിഷപ്പാമ്പാണ് നീ. അമ്മാവനോ? അങ്ങനത്തെ ബന്ധത്തെ പറ്റി നിനക്ക് ഓർമ്മയുണ്ടായിരുന്നെങ്കിൽ നീ ചളി ചെയ്യുമായിരുന്നു. നിങ്ങളൊന്ന് സമാധാനിക്കൂ. അവനൊരു തെറ്റ് പറ്റിപ്പോയി. രവി മറ്റാരും അല്ലല്ലോ, നമ്മുടെ സഹോദരന്റെ മോനല്ലേ, വീണയുടെ മുറച്ചെറുക്കൻ. എന്റെ മകളുടെ മുറച്ചെറുക്കനായിട്ടാണ് ഞാൻ അവനെ വളർത്തിയത്. ഏതായാലും സംഭവിക്കേണ്ട സംഭവിച്ചു. ഇനി ബഹളം ഉണ്ടാക്കി നാട്ടുകാരെ അറിയിച്ച നമുക്ക് തന്നെ അപമാനം. അച്ഛനും അമ്മയും ഇല്ലാത്ത നിന്നെ സ്വന്തം മകനെ പോലെ ഞാൻ എടുത്തു വളർത്തി. നാട്ടിലെ പഠിപ്പ് കഴിഞ്ഞിട്ട് വിദേശത്ത് ഉപരിപഠനത്തിന് അയച്ചു. എന്തിനാ? നിന്റെ നന്മയ്ക്ക് വേണ്ടി. വള്ളികുന്നത്തെ ഗിരിജാവല്ലഭനാണ് എന്റെ അനന്തരവൻ. പഠിച്ച് ജയിച്ച് മിടുക്കനാവാൻ വേണ്ടി, അല്ലാതെ എന്റെ മകൻ നശിപ്പിക്കാൻ വേണ്ടിയല്ല. ജസ്റ്റിസ് കരുണാകരന്റെ മകനുമായി അവളുടെ വിവാഹം ഞാൻ ഉറപ്പിച്ചാണ്. എന്റെ മകൾ ഗർഭിണിയാണെന്ന് അവരറിഞ്ഞാൽ അമ്മാവ, ഞാൻ വീണയെ വിവാഹം കഴിച്ചോളാം. നിന്നെ ഞാൻ നിങ്ങൾ എന്ത് ഭ്രാന്താണ് കാണിക്കുന്നത്? രവി, ഹോട്ടലിലേക്ക് പോകും. ഈ തോക്കിന് തരൂ. തരാൻ. അവിടെ ഇരിക്കൂ. നോക്കൂ, ഞാൻ ബീനയുടെ പെറ്റമ്മയല്ല, ഇളയമ്മയാണ്. പക്ഷേ സ്വന്തം മകളെ പോലെയാണ് ഞാനിവളെ സ്നേഹിക്കുന്നത്. എന്റെ മാനം പോയി രജനി. ഞാൻ നീ എങ്ങനെ മനുഷ്യരുടെ മുഖത്ത് നോക്കും? അവൾക്ക് വിധിച്ചിരിക്കുന്നത് രവിയാണെന്ന് സമാധാനിക്കൂ. അവനെ കൊന്നാൽ ബീന വിധവയാകും. അച്ഛനില്ലാത്തൊരു കുഞ്ഞിനെ പ്രസവിക്കേണ്ടി വരും. അതിൽ കവിഞ്ഞൊരു അപമാനം നമുക്കുണ്ടാകാനുണ്ടോ? രവി പഠിത്തം കഴിഞ്ഞിവിടെ നിൽക്കുന്നതിനിടയിൽ നമ്മൾ അറിയാതെ ഒരു ബന്ധപ്പെട്ടു. അവൾ ഗർഭിണിയായി. ഇനി ഏറ്റവും നല്ല മാർഗം ഉടനെ അവരുടെ വിവാഹം നടത്തി കൊടുക്കുന്നതാണ്. കൂടുതൽ ഒന്നും ആലോചിക്കാനില്ല. എഴുന്നേറ്റ് കുളിച്ച് ഡ്രസ്സ് മാറി ഹോട്ടലിൽ ചെന്ന് രവിയെ സമാധാനിപ്പിക്കും. നാളെ അമ്പലത്തിൽ വെച്ച് നമുക്ക് അവരുടെ വിവാഹം നടത്തിക്കളയാം. ഞാൻ പോയി അവർക്ക് ആവശ്യമുള്ള വിവാഹ വസ്ത്രങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരാം. എഴുന്നേറ്റ് ചെല്ലേ. പഠിത്തമൊക്കെ കഴിഞ്ഞല്ലോ. ഇനി എന്താ അടുത്ത പരിപാടി? എംബസിയിൽ ഒരു ജോലിക്ക് അപേക്ഷിച്ചിട്ടുണ്ട്. അത് 2-3 മാസത്തിനകം ശരിയാകുമെന്ന് തോന്നുന്നു. അതുവരെ രവിട്ടിന് ഇവിടെ താമസിച്ചൂടെ? എന്തിനാ ഹോട്ടലിൽ കഴിയുന്നത്? പലരും ദിവസേന കാണാൻ വരും. അതിന് ഹോട്ടലാണ് കൂടുതൽ സൗകര്യം. അതാണ് ഫോറിൻ എറ്റിക്കറ്റ്. എടി, അവൻ എന്താണ്? അച്ഛാ, ഞാൻ പറഞ്ഞ കാര്യം. എടാ, ഇവള് സെക്കൻഡ് ലാംഗ്വേജ് ഫ്രഞ്ചാ എടുത്തിരിക്കുന്നത്. അടുത്ത മാസം പബ്ലിക് പരീക്ഷ. സമയം കിട്ടും പോലെ ഇവക്ക് വഴി നോക്കൊന്ന് പറഞ്ഞു കൊടുക്കണം. ശരി അമ്മാവ. കുഞ്ഞെ, എന്താ ചാലു? കാപ്പി ആറ് തണുത്തിരിക്കുന്നു. Yes, come in.
എന്താ എന്തുണ്ടായി എന്തുണ്ടായിന്ന് ചെറിയെ കൊന്നു. നിങ്ങൾ കൊന്നോ? നിങ്ങളുടെ മകളുടെ ജീവിതം നിങ്ങൾ തകർത്തോ? ഞാനല്ല കൊന്നത്, എന്നെ വിശ്വസിക്കൂ. ഞാൻ ഹോട്ടലിൽ ചെന്നപ്പോൾ അവൻ കിടക്കയിൽ രക്തത്തിൽ കുളിച്ച് മരിച്ചു കിടക്കുന്നു. ഗുഡ് മോർണിംഗ്. ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ഹാർഡ് റൈറ്റ് ടേൺ ലെഫ്റ്റ് ടേൺ. ഓ ഒരു സ്ക്രൂ ലൂസായി കിടക്കുക. ഞാനാണ് ഐഷ. ഓഹോ, മിടുക്കി. ഇയാൾ അലി എന്റെ ബോഡി ഗാർഡാണ്. ഐ സി. വളരെ സന്തോഷം. എന്റെ സഹോദരി രജനിയുടെ എന്തെങ്കിലും മെസ്സേജ് ഉണ്ടായിരുന്നു? യെസ്, നിങ്ങൾക്കെല്ലാം കാത്തിരിക്കുന്നെന്ന് അറിയിച്ചിട്ടുണ്ട്. ഐ സി. ഞങ്ങൾക്ക് കഴിയും വേഗം പോണം. എല്ലാ ഏർപ്പാടുകളും ചെയ്തിട്ടുണ്ട്. വരും, നമുക്ക് വീട്ടിലേക്ക് പോകാം. 501 calling 33, 501 calling 33, 501 calling 33, over. 33 on the lane, 33 on the lane, 33 on the lane, over. An important message. വരും. ഞങ്ങളുടെ ഏജന്റ് സ്വിസ് ബാങ്കിൽ നിന്ന് പണവുമായി അടുത്ത ആഴ്ച ഇവിടെ വരും. ഐ സി. ഐഷ രൂപ രഹസ്യമായ ഒരാൾ വശം പത്രാധിപർ തമ്പുരാന്റെ പക്കലെത്തിക്കണം. ഓക്കെ. പണം അയക്കുന്നതിന് മുമ്പ് ആ വിവരം രജനെ അറിയിച്ചേക്കണം. യെസ് സർ. അതെ. ആയിഷയ്ക്ക് എന്ത് കമ്മീഷനാണ് ഞങ്ങൾ തരേണ്ടത്? ഞാൻ സാധാരണ ഈ ബിസിനസിന് 5% കമ്മീഷനാണ് വാങ്ങുന്നത്. നീ കാര്യങ്ങൾ ഭദ്രമായി ചെയ്താൽ 1% കൂടി നിനക്ക് സമ്മാനമായി തരുന്നതാണ്. നിങ്ങളുടെ ആളുകൾ വരുമ്പോൾ അലി ബീച്ചിൽ കാണും. അവന്റെ സിഗ്നൽ അവരെ പറഞ്ഞു മനസ്സിലാക്കണം. ഓക്കെ. ഇന്നു മുതൽ ആയിഷ ഞങ്ങളുടെ ഇവിടുത്തെ ഏജന്റാണ്. എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാം. പറയൂ സർ. എന്താ പോലീസ്. നിങ്ങൾ ഉടനെ രക്ഷപ്പെടും. Come on. ദുബായിൽ നിന്ന് വന്നവരുടെ കടപ്പുറത്തുകൂടി രണ്ടുപേർ പെട്ടിയുമായി ഓടിപ്പോന്നു.
Come on. Calling Tiger. 3 calling Tiger. 3 calling Tiger. Over. Tiger on the line. Tiger on the line. Tiger on the line. Speak on. Over. MS പോലീസിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് കടൽ മാർഗം പോയിട്ടുണ്ടെന്ന് മെസ്സേജ് ഉണ്ട്. ഇവിടെ കടൽ തീരത്ത് ശക്തമായ കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഓവർ. Yes. Yes. I see. Thank you. എന്തെങ്കിലും പുതിയ ന്യൂസ് ആണോ? അതെ, മധുസൂദനൻ എന്ന ഒരു ഇന്റർനാഷണൽ കള്ളക്കടത്തുകാരൻ പോലീസിനെ കബളിപ്പിച്ച് മാഹിയിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നു. കേരളത്തിൽ ഏതെങ്കിലും കടത്തീരത്ത് അയാൾ ഇറങ്ങാൻ സാധ്യതയുണ്ടെന്നാണ് ഇൻഫർമേഷൻ. സാറിനി ഇരിക്കപ്പുറത്ത് കാണില്ലല്ലോ. പീത, ഞാൻ കേരള ഗർജനം പത്രത്തിന്റെ റിപ്പോർട്ടറാണ്. മറ്റേത് പത്രത്തിൽ വരുന്നതിന് മുമ്പേ ഈ മധുസൂദനെ പറ്റിയുള്ള പൂർണ്ണ വിവരങ്ങൾ ചോർത്തിയെടുത്ത് ഞാൻ നമ്മുടെ പത്രത്തിന് കൊടുക്കും. സാറിന് ഏറ്റവും ഇഷ്ടമുള്ള ജോലിയാണല്ലോ അത്. അതെ റീത, പട്ടാളത്തിൽ വെച്ച് എന്റെ ഒരു കൈപ്പത്തി നഷ്ടപ്പെട്ടു. നാട്ടിൽ വന്ന ശേഷം ഈ റിപ്പോർട്ടർ ജോലി ഞാൻ തിരഞ്ഞെടുത്തത് സാഹസിക പ്രവൃത്തികളോട് എനിക്കുള്ള പ്രത്യേക താല്പര്യം കൊണ്ടാണ്. പത്രാധിപർ വരുമ്പോ നല്ല ചൂടുള്ളൊരു വാർത്തയുമായിട്ടേ ഞാൻ തിരിച്ചു വരികയുള്ളൂ എന്ന് പ്രത്യേകം പറഞ്ഞേക്ക്. വിഷ് യു ഗുഡ് ലക്ക്. താങ്ക് യു. ഒരു സ്ഥലം വരെ പോകുന്നു. വരാൻ അല്പം ലേറ്റാകും. എന്നാൽ ആഹാരം കഴിച്ചിട്ട് പോണം. സമയമില്ല. ആഹാരം കഴിക്കാൻ പോലും സമയമില്ലെന്ന് പറഞ്ഞാൽ എന്റെ ഭാര്യ എന്നോട് പിണങ്ങിയില്ലെന്ന് എനിക്കറിയാം. ഒരു പത്ര റിപ്പോർട്ടിലെ ചുമതല ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ളവളാണല്ലോ നിർമ്മല രാജേന്ദ്രൻ. സോപ്പിടണ്ട, ഇന്ന് പാതി രാത്രി കഴിഞ്ഞേ വരുള്ളൂ എന്നർത്ഥം. വളരെ താമസിച്ചാൽ നിർമ്മല ആഹാരം കഴിച്ചോളൂ. അങ്ങനെ പതിവില്ലല്ലോ, വന്നിട്ട് ഒരുമിച്ച് കഴിക്കാം. ഒരു വലിയ രഹസ്യ സംഘത്തെ പറ്റി അല്പം അറിവ് കിട്ടിയിട്ടുണ്ട്. അതൊന്ന് അന്വേഷിക്കാൻ പോവുകയാണ്. വല്ല അപകടത്തിനും പോയി ചാടില്ല കേട്ടോ. ഹേയ്, സുരക്ഷിതമാണല്ലോ. ഒരു കുഞ്ഞു പോലും ഈ പരിസരത്ത് വരില്ല. Now you can disclose. ചേട്ടാ, എന്താ കരയുന്നത്? എന്താ അനിയത്തി? ഇവിടെ എത്തുന്നത് വരെ ഞാൻ ഭയന്ന് വിറക്കിയായിരുന്നു. അനിയത്തി, ഞാൻ ഗൾഫിൽ നിന്ന് രക്ഷപ്പെട്ട് ഇവിടെ വരെ എത്തിയില്ലേ, ഇനി ഒന്നിനെ പറ്റി പേടിക്കാറില്ല. എല്ലാ പത്രങ്ങളിലും ചേട്ടന്റെ ഫോട്ടോ ഉൾപ്പെടെയുള്ള പരസ്യമുണ്ട്. പിടിച്ചു കൊടുക്കുന്നവർക്ക് 50,000 രൂപയാണ് പാരിതോഷികം. നമ്മുടെ ഏജന്റ് ഏത് വഴിക്കാണ് മാഹിയിൽ വരുന്നത്? പേഴ്സ്യൻ ഗൾഫ് വഴി കപ്പലിൽ പോരാനാണ് ഏർപ്പാട് ചെയ്തിരിക്കുന്നത്. അയാൾ മാഹിയിലെത്തി സ്വിസ് ബാങ്കിലെ നമ്മുടെ പണം ഡ്രോ ചെയ്യിച്ചു വരുമ്പോൾ വളരെ സമയമെടുക്കില്ലേ? 1 മാസമെങ്കിലും ആകും. ഗവൺമെന്റ് ലെവലിൽ അന്വേഷണം നടക്കുന്നതുകൊണ്ട്
കുറച്ചു കാലത്തേക്ക് സാർ ഒതുങ്ങി താമസിക്കുന്നല്ലേ നല്ലത്. ആ എടോ, സിറ്റിയിൽ നിന്നും വളരെ അകലെയല്ലാത്തതുകൊണ്ട് ഇവിടെ കഴിയുന്നത് കുറവാണ്. രജനി, എന്താ ചേട്ടാ? ആ എടീ, കുറച്ചുകൂടി സുരക്ഷിതമായിട്ട് താമസിക്കാൻ പറ്റിയ ഒരു സ്ഥലം എവിടെയുണ്ട്? ചേട്ടാ, നമ്മുടെ പത്രാധിപർ തമ്പുരാന് വാളയാറിലൊരു എസ്റ്റേറ്റ് ബംഗ്ലാവ് ഉണ്ട്. കാട്ടിന്റെ നടുക്ക. ആ, ദാറ്റ്സ് എ ഗുഡ് പ്രപ്പോസൽ.